സ്കോക്ക്. മലയാള സിനിമ നീനാൾ വാഴ്ത്തി. ബാഹുബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവനൊക്കെ ജനിച്ചതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഉണ്ടാക്കി അപ്പനെ കൊണ്ടാവൂല, അതുപോലെ സാധന ബാഹുബലി എന്ന് പറയുന്നേ. വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. പുള്ളിയെ പിങ്കളദേവൻ ഇതൊക്കെ വെച്ചിട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. വൃത്തികെട്ടവൻ ശവം. ഇതിനൊക്കെ എന്ത് വിമർശിക്കാനാ? എന്ത് പറയാനാ? ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതളിയാ? അനക്കോളൊന്നുമില്ല, പക്ഷെ എനിക്ക് ആനക്കോളൊന്നും വേണ്ട. നിങ്ങൾ ആനക്കോളം നോക്കാനല്ല ഞാൻ പടം കാണാൻ വന്ന. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇയാൾക്ക് എന്താണ് വയ്യേ? ബാഹുബലി സ്ത്രീകളെ തൊട്ടാൽ വെട്ടയുടെ തല. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അന്യ ഇതുപോലെയൊന്നും ഈവൻ രാജമലിക്ക് പോലും കൂട്ടിയെ കൂടുന്നു തോന്നുന്നില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. ജോൺ വിക്ക് ഇടക്കിടെയാണ് അത്. ജോൺ വിക്ക് ഇസ് മൈ മാൻ. ജോൺ വിക്ക് അത്രയും വേണോ സാർ? വേണം. എന്നിട്ട് പിന്നെ മറ്റേ പാട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ മറ്റേ കള്ളുടിച്ച് പാടുന്ന പാട്ടൊന്നുമില്ല. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതാണ്ടില്ലേ? സാരല്ല, കുഴപ്പമില്ല. എല്ലാം ലൈഫിലെല്ലാം സെറ്റ് ആവില്ലല്ലോ. സംതിങ് ഈസ് മിസ്സിങ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.